മകളുടെ ഭർത്താവ് സാമിനെ ബിസിനസ്സിലേക്ക് പ്രവേശിപ്പിച്ച് ബോബി ചെമ്മണ്ണൂർ. വിവാദത്തിൽപ്പെട്ട് പ്രതിച്ഛായ നഷ്ടപ്പെട്ടതേക്കാം ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലെന്ന് കരുതുന്നു. കുംഭമേളയിലെ വെള്ളാരക്കണ്ണുള്ള മോനി ബോസ എന്ന മാല വിൽക്കാൻ വന്ന പെൺകുട്ടിയെ തൻ്റെ കോഴിക്കോട് തുറന്ന പുതിയ ജ്വല്ലറിയിലേക്ക് ബ്രാൻഡ് അംബാസിഡറായി ബോബി ചെമ്മണ്ണൂർ അവതരണത്തിന് പിന്നാലെയാണ് മരുമകനെ ബിസിനസ്സിൽ താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതായി ബോബി ചെമ്മണ്ണൂർ പ്രഖ്യാപിച്ചത്. ഇത് സാം എൻ്റെ മകനാണ്. ആൾ ഒരു പൈലറ്റാണ്. കുറച്ച് അഭിനയവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പിടിച്ച് ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ബിസിനസ്സിൽ ഞങ്ങളെ സഹായിക്കാൻ ഇനി ഇദ്ദേഹവും ഉണ്ടാവും. അദ്ദേഹം ചാർത്തെടുത്ത് കഴിഞ്ഞു. സാമിനെ പരിചയപ്പെടുത്തുന്നത് കൊണ്ട് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ക്ലീൻ അടക്കമുള്ള ചിത്രങ്ങളിൽ അഭിനയിച്ച സാം ചെമ്മണ്ണൂരിൻ്റെ ചില പരസ്യങ്ങളിലും സംവിധാനം ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്താ സമ്മേളനത്തിനിടെയാണ് അതിനിടെ നാടകീയമായി ബോബി ചെമ്മണ്ണൂർ മകൾ അന്നയുടെ ഭർത്താവ് സാം ലിബിനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതായി പ്രഖ്യാപനം നടത്തിയത്. ബോബി ചെമ്മണ്ണൂരിനൊപ്പം വാർത്താ സമ്മേളനത്തിൽ സാമും പങ്കെടുത്തിരുന്നു. സാമിനെ തൻ്റെ ബിസിനസ്സിൽ സാമ്രാജ്യത്തിൻ്റെ പ്രധാന ചുമതല ബോബി ചെമ്മണ്ണൂർ ഏൽപ്പിച്ചതായി ബോബി ചെമ്മണ്ണൂർ പ്രഖ്യാപിച്ചു. ഇതോടെ ബോബി ബിസിനസ് രംഗം വിട്ടേക്കുമെന്ന രീതിയിലുള്ള അഭ്യൂഹതകൾ പ്രചരിക്കുന്നു. കോഴിക്കോട് ജ്വല്ലറി ഉദ്ഘാടനത്തിന് വന്ന മോനി ബോസയ്ക്ക് 15 ലക്ഷം രൂപയാണ് ബോബി ചെമ്മണ്ണൂർ നൽകിയത്. നടി ഹണി റോസ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന രീതിയിൽ കേസ് നൽകിയതിനെ തുടർന്ന് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തിരുന്നു.